ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഹിജാബ് എന്ന വിഷയത്തിൽ ഹിജാബിൻ്റെ നിയമങ്ങൾ അവതരിച്ച മൂന്ന് ഘട്ടങ്ങൾ എന്താണ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചുരുക്കി പറഞ്ഞതാണ്. ഇനി അതിൻ്റെ അവസാന ഭാഗം എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പാഠപുസ്തകത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ എന്ന തലവാചകത്തിൽ പറയുന്നത് വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങി നിൽക്കണം, രംഗത്തിറങ്ങരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവോ നമ്മുടെ മക്കളോ നമ്മുടെ മെഹറമായ പുരുഷന്മാരോ ഒക്കെ നിറവേറ്റിത്തരാവുന്ന നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ കടയിൽ പോയി സാധനം കൊണ്ടുവരാനും റേഷൻ കടയിൽ പോകാനും മറ്റൊക്കെ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ പുരുഷന്മാരായ മറ്റുള്ളവർ നിറവേറ്റിത്തരുന്ന കാര്യങ്ങൾ അവർ നിറവേറ്റിത്തരാൻ സന്നദ്ധരായിട്ടുണ്ട്. അതിന് പറ്റുന്നവരുണ്ടെങ്കിൽ സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല. നിർബന്ധമായിട്ടുള്ള ഇൽമ് പഠിക്കാൻ, അതുപോലെ ചികിത്സാ ആവശ്യത്തിന് വേണ്ടി രോഗികളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകാം, സ്ത്രീകൾക്ക് പോകാൻ നമ്മൾ പോകുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും പോകാൻ പറ്റും. നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പോവുക. അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ തന്നെ അവരുടെ നാട്ടിൻ്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, നാടിൻ്റെ പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. ഹിജാബ് പാലിച്ചിട്ട് മാത്രം കാര്യമില്ല. ഹിജാബും ധരിച്ചിട്ട് ഒറ്റയ്ക്ക് യാത്ര പോകാൻ പാടില്ല. സ്വന്തം നാടിൻ്റെ മഹലിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ കൂടെ മെഹറമായ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ മറ്റു വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ ഉണ്ടാകണം. ഒന്നുകിൽ ആങ്ങള വേണം, അല്ലെങ്കിൽ ഉപ്പ വേണം, അല്ലെങ്കിൽ മുതിർന്ന ആൺകുട്ടികളുണ്ടെങ്കിൽ അവർ വേണം, അല്ലെങ്കിൽ വിശ്വസ്തരായ സ്ത്രീകൾ വേറെ വേണം കൂടെ. അല്ലാതെ പോകാൻ പാടില്ല. അത് ഏത് വിഷയത്തിനാണെങ്കിലും, ചികിത്സാവശ്യത്തിന് വേണ്ടി പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചികിത്സാവശ്യത്തിന് വേണ്ടിയിട്ടും മറ്റൊക്കെ പോകാൻ പറ്റും. പക്ഷെ ചികിത്സക്ക് പോകുമ്പോൾ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീ ഒരു വിഷയത്തിന് പോവുകയാണ്, ഒരു ചികിത്സക്ക് വേണ്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. സ്ത്രീ തന്നെ ആയിട്ടുള്ള ഡോക്ടർ ഉണ്ട്. ഈ വിഷയത്തിന് നല്ല വിദഗ്ധയായ ഡോക്ടർ സ്ത്രീ തന്നെ ഉണ്ട്. എന്നാൽ പിന്നെ പുരുഷൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, സ്ത്രീൻ്റെ അടുത്തേക്ക് തന്നെ പോകണ്ട്. ഇനി പുരുഷനായ ഡോക്ടർ സ്ത്രീയായ ഡോക്ടറുണ്ട്, പുരുഷനായ ഡോക്ടറുണ്ട്. പക്ഷേ സ്ത്രീയേക്കാൾ വിദഗ്ധനാണ് പുരുഷൻ, നല്ല സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറാണ്. അതുകൊണ്ട് രോഗം മാറണമെങ്കിൽ ഇപ്പം നമുക്ക് നല്ല ഡോക്ടർമാരെ കാണിക്കേണ്ടി വരില്ല. അങ്ങനെ പുരുഷൻ്റെ അടുത്ത് പോകാം. പക്ഷേ അങ്ങനെ പുരുഷനായ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ആ പുരുഷൻ്റെ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ ആൾ വേണം. ആ ഡോക്ടർ ഒറ്റയ്ക്ക് റൂമിലാവുമ്പോൾ ആ റൂമിലേക്ക് ഒറ്റയ്ക്കൊരു സ്ത്രീ കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അന്യപുരുഷനും അന്യ സ്ത്രീയും ഹൽവത്ത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി മറ്റാരില്ലാതെ ഒരുമിച്ച് കൂടിൽ വരും. അതുകൊണ്ട് കൂടെ ഒന്നുകിൽ വേറെ സ്ത്രീകൾ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ ഉപ്പയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വേണം, മഹറമായ ആളുകൾ വേണം. ഇങ്ങനെ പോകാൻ പാടുള്ളൂ. ഇത് ആണ് ഇസ്ലാമിൻ്റെ നിയമം. ഞാൻ അവിടെ തന്നെ പുരുഷനായ ഡോക്ടറെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ, അവിടെ രോഗം ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അവിടെ ആവശ്യമായ ഭാഗങ്ങൾ മാത്രമേ പ്രകടിപ്പിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കയ്യുമ്മ അവിടെ ഒരു മുറിയുണ്ട്, അതിന് ഈ ഹിജാബ് കൂടി വെക്കേണ്ട ആവശ്യമില്ല. പൊക്കേണ്ടി വന്നു, ഇപ്പോൾ മുഖത്ത് നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ടോർച്ച് കണ്ണിലേക്ക് അടിച്ച് നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നാവിലേക്ക് അപ്പം മുഖം പൊക്കി കാണിച്ചു കൊടുക്കേണ്ടി വരും. ആവശ്യമായതല്ലാത്ത പ്രകടിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഇസ്ലാം നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും സ്ത്രീയെ അടിച്ചമർത്തിയതോ സ്ത്രീകളെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിയതോ ഒന്നുമല്ല. സ്ത്രീകളുടെ അവസ്ഥ ഇസ്ലാം വരുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതോടുകൂടി മനസ്സിലാവും ഇസ്ലാം സ്ത്രീകളെ ഉയർത്തുകയാണോ താഴ്ത്തുകയാണോ ചെയ്തത് എന്ന്. സ്ത്രീകൾക്കൊരു വിലയില്ലാത്ത കാലം, സ്ത്രീകളാണ്, ഒരു കുഞ്ഞ് ജനിച്ച സ്ത്രീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ആ കുഞ്ഞിനെ കുഴിച്ചു മൂടിയിരുന്നൊരു കാലം, അത് വെറുതെ തമാശക്ക് പറയല്ല, അതുണ്ടായിരുന്ന കാലത്താണ് ഇസ്ലാം വരുന്നത്.
എന്നിട്ട് ആ സ്ത്രീയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇസ്ലാം പറഞ്ഞു അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മ എന്ന സ്ത്രീയുടെ കാഴ്ചവെട്ടിലാണ് സ്വർഗം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മയ്യാമൽ മിനസ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസ, പുരുഷനോ സ്ത്രീയോ ആകട്ടെ ആരാണെങ്കിലും വല്ല നന്മയും ചെയ്താൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഒരു അക്രമവും ഒരു അന്യായവും സ്ത്രീയോടും പുരുഷനോടും കാണിക്കപ്പെടും. ആരാണെങ്കിലും അവർക്ക് സ്വർഗം കിട്ടും. പ്രതിഫലത്തിൽ പെണ്ണിന് ഒരു കുറവില്ല. ഒരു സ്ത്രീ ഗർഭം ചുമന്നാൽ ആ ഗർഭിണിയായത് മുതൽ പ്രസവിക്കുന്നത് വരെയുള്ള 10 മാസത്തോളമുള്ള ആ കാലയളവ് അവൾക്ക് വലിയ പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും മലക്കുകൾ, ആ കുട്ടി ഗർഭത്തിലിരിക്കുന്ന കാലത്തോളം. ഒരൊറ്റ പ്രസവം ഒരു സ്ത്രീ സഹിക്കുക വഴി ആ പ്രസവത്തിൽ അവൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ആരെങ്കിലും ഒരു സ്ത്രീ അറിയുകയാണെങ്കിൽ അവൾക്ക് എപ്പോഴും പ്രസവിക്കാനും ഗർഭിണിയാകാനും അവൾ ആശിച്ചു പോകും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒരു സ്ത്രീയെ ഒരു കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ കിട്ടുന്ന പ്രതിഫലം പഠിപ്പിച്ചു. ഇതൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഇസ്ലാം അവൾക്ക് വേണ്ട. പക്ഷേ അവളുടെ രംഗത്തിറങ്ങണ്ട. കാരണം എന്താണ്? പുരുഷൻ നിർബന്ധമായിട്ടൊരു നാട്ടിൽ വാങ്ക് വിളിക്കപ്പെടുന്ന ഒരു നാട്ടിൽ, അവിടെ മുനിങ്ങളുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ ആ നാട്ടിൽ നിസ്കാരം ജമാഅത്ത് നടക്കൽ നിർബന്ധമാണ്. ഫർളി കിഫായ ആരെങ്കിലും നടത്തണം. എല്ലാവരും ഇല്ലെങ്കിലും നാട്ടിൽ ഒരു ഫർളി കിഫായ വിടണം, അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും കുറ്റക്കാരാണ്. അതുകൊണ്ട് എല്ലാ 5 വക്ത് നേരവും പള്ളിയിൽ നിസ്കാരം നടക്കുന്നു, ജമാഅത്ത് നടക്കുന്നു. പക്ഷേ അതിലേക്ക് സ്ത്രീകൾക്ക് സുന്നത്തായില്ല. പള്ളിയിലേക്ക് പോകലും പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കലും സ്ത്രീകൾക്ക് സുന്നത്തില്ല. അതെന്താ കാരണം? അത് ഞങ്ങളെ തഴന്താത്തി എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കല്ല. ചിന്തിച്ചു നോക്കുക. ഒരു സ്ത്രീ അവൾക്ക് കുഞ്ഞിനെ നോക്കണം, മുലയൊടിക്കുന്ന കുട്ടിയുണ്ട്, വീട്ടിലെ പണികൾ ചെയ്യണം, ഒരുപാട് പ്രതിസന്ധികളും ഉണ്ട്. പുരുഷൻ്റെ പോലെയല്ല. ഇതിൻ്റെ ഇടയിൽ 5 വക്ത് നേരം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാറ്റി ഒരുങ്ങി പള്ളിയിലേക്ക് പോകൽ നിർബന്ധമെന്ന് സ്ത്രീക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൾ എത്ര പ്രയാസം സഹിക്കേണ്ടി വരും. എല്ലാ ജുമക്കും അവൾക്ക് അശുദ്ധി ഉണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. പുറത്ത് കുട്ടികളെ കൊണ്ട് പോകുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു സ്ഥലത്ത് പോകുമ്പോഴുള്ള പ്രയാസം എത്ര വലുതാണ്. ജുമക്ക് പോകാൻ അവൾക്ക് നിർബന്ധമാക്കിയില്ല. ഇതൊക്കെ ഇസ്ലാം അവളോട് പറഞ്ഞു, അവൾ പള്ളിയിൽ പോകണ്ട, അവൾ അവിടെ ഇരുന്നാൽ മതി. എന്താണ് കാരണം? അവൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കൂലി കൊടുക്കുന്നു. അവർക്ക് കൂലി കിട്ടൂല എന്നല്ല പറഞ്ഞ്, അവൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രതിഫലം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിയത്തായ ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മദീനത്തെ പള്ളിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ഉമ്മു ഹുമൈദിൻ സാഇദി റളിയല്ലാഹു അൻഹ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയേ, ഞാൻ കുറേ സ്ത്രീകൾ പറഞ്ഞേച്ചിട്ട് വന്നാണ്, ഞാൻ ഒറ്റക്കല്ല, അങ്ങനെ ഉണ്ടല്ലോ, കുറേ ആൾക്കാരുടെ പ്രതിനിധിയായിട്ട്, സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. എന്താ വിഷയം? അങ്ങയുടെ കൂടെ അങ്ങ് ഇമാമ് നിൽക്കുന്ന എത്രയോ ഒന്നിന് 1000 ഇരട്ടി, അതല്ല മറ്റൊരഭിപ്രായത്തിൽ 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് പറയുന്ന പള്ളിയാണ് മദീനത്തെ പള്ളി. അങ്ങാണ് ഇമാമ്. ആര്? ലോകത്ത് അങ്ങനത്തെ ഒരു ഇമാമില്ല. അന്നത്തെ മാമുമാളെ പോലത്തെ ഒരു മാമും പിന്നെ ലോകത്ത് ഉണ്ടാവില്ല. എവിടെ ഉണ്ടാകാൻ? മഹാനായ സയ്യിദ്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ മാമൂമിങ്ങൾ. ഏറ്റവും നല്ല ജമാഅത്ത് ലോകത്തിൽ, അതിലേറെ നല്ലൊരു ജമാഅത്ത് ലോകത്തില്ല. ഏറ്റവും നല്ല പള്ളി. ഒരിക്കലും ഒരു തിന്മയും ഒരു ഫിത്നയും സ്ത്രീകൾ പള്ളിക്ക് വന്നാൽ ഒരു ഫിത്നയ്ക്കും അവിടെ സാധ്യതയില്ല. ആ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, കുറേ സ്ത്രീകൾ പറഞ്ഞേച്ചിട്ടാണ് ഞാൻ വരുന്നത്, അങ്ങയുടെ കൂടെ ഞങ്ങൾക്കും ഈ പള്ളിയിലൊന്ന് ജമാഅത്തിൽ പങ്കെടുക്കാൻ, പിന്നെ ഞങ്ങളും പള്ളിയിൽ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇവിടെ പങ്കെടുത്തോന്നല്ല പറഞ്ഞത്, നിനക്ക് നിൻ്റെ വീട്ടിലെ പള്ളി നിസ്കരിക്കലാണ് ഈ പള്ളി നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ളൽ. വീട്ടിലെ പള്ളി പറഞ്ഞാൽ വീട്ടുകാർക്ക് നിസ്കരിക്കാൻ, അവിടെ ചിലപ്പോൾ ആ വീട്ടുകാർക്ക് വേണ്ടി നിസ്കരിക്കാൻ അവിടെ പള്ളി ഉണ്ടാവും, കബീലയിൽ ഗോത്രത്തിൽ പള്ളിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് പറയാണ്, അതിനേക്കാൾ ഉത്തമം ഈ പള്ളി നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നിൻ്റെ വീട്ടിലെ പള്ളി, അതിനേക്കാൾ ഉത്തമം നിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുള്ള പള്ളി നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിൻ്റെ വീടിൻ്റെ ഉള്ളിൽ. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാൻ ഖൈറു മസാജിദിൻ, വേറെ ഹദീസിൽ കാണാം, ഖൈറു മസാജിദിൻ നാസി ഖൗറു ബുയൂത്തിഹിന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം, അതിൻ്റെ അർത്ഥം ഏറ്റവും പ്രതിഫലം കിട്ടുക ഖൗറു ബുയൂത്തിഹിന്ന, വീടിൻ്റെ ഉള്ളിലെ ഇരുട്ടറയാണ്. സിറ്റ് ഔട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ
സ്ത്രീക്ക് കൂലി കിട്ടും. വീടിൻ്റെ ഉള്ളിലെ ബെഡ്റൂമിൽ നിസ്കരിച്ചാൽ ഇരുട്ടറയാണ്. ഖൈറു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മുത്തുനബിയാ പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അതാണ്. അതിൻ്റെ അർത്ഥം ഏറ്റവും കൂലി കിട്ടുക അതാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീക്ക് ഈ ഉമ്മത്തിൽ ആർക്കെങ്കിലും ഒരു ഖൈറ് മുടക്കുമോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവർ ദീനിന്ന് പുറത്തു പോകില്ലേ? അപ്പോൾ നബി തങ്ങൾ അവിടുന്ന് ഇമാമായിട്ടുള്ള സ്വഹാബത്ത് മഅ്മൂമായിട്ടുള്ള നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുത്തുനബി ഇമാമും സ്വഹാബത്ത് മഅ്മൂമുമായിട്ടുള്ള നിസ്കാര ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, അതിനേക്കാൾ വലിയ ഒരു ഇമാമും മഅ്മൂമും ഇപ്പോൾ ലോകത്തുണ്ടോ? ഇപ്പം ചിലരൊക്കെ കാണാം ഹജ്ജിനും ഉംറക്കൊക്കെ പോയാൽ കാണാം മക്കയിൽ നിന്ന് മദീനത്തുനിന്ന് വാങ്ങിക്കൊടുത്തല്ല പോവുക പള്ളി പോവുക എന്ന് പറഞ്ഞ് ഈ സ്ത്രീകളൊക്കെ പള്ളിക്ക് പറഞ്ഞ് കൊണ്ടുപോകുന്നു. ഞാനില്ല. ചിന്തിച്ചു നോക്കി നിങ്ങൾ. അതിന് ന്യായം എന്താ? അതിന് ന്യായം പറയലെന്താ? ഇത്രയും പൈസ മുടക്കിയിട്ടേ, ഇത്രയും പൈസ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ റൂമിൽ നിന്ന് നിസ്കരിച്ചേ, പള്ളിയിൽ പോയി നിസ്കരിക്കണ്ടേ? എന്താണ് ഈ അന്നത്തേക്കാൾ എന്ത് പ്രതിഫല ഇന്ന് അവിടെ ഉള്ളത്? അല്ല, അത് മനസ്സിലാക്കണല്ലോ നമ്മൾ. ഹറമിൽ നിന്ന് നിസ്കരിച്ച കൂലി മക്കത്തെ റൂമിൽ നിസ്കരിച്ചാലും കിട്ടും. ഹറം എന്ന് പറഞ്ഞാൽ ഈ 1,00,000 ഇരട്ടി കൂലി കിട്ടും എന്ന് പറഞ്ഞത് ഇത് മസ്ജിദുൽ ഹറാമിലെ വിഷയമല്ല, മസ്ജിദുൽ ഹറാമിലെ മാത്രം വിഷയമല്ല. അത് കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹറമിലെ വിഷയമാണ്. ഹറം എന്ന് പറഞ്ഞാൽ ഹറം കിലോമീറ്റർ കണക്കിന് ചുറ്റളവുണ്ട്. നമ്മൾ നിൽക്കുന്ന മക്കത്ത് പോയാൽ നമ്മളെ റൂമൊക്കെ ഹറം തന്നെയാണ്. ആ ഹറമിലെ റൂമിൽ നിസ്കരിച്ചാലും അതേ സമയത്ത് നമ്മൾ ഉംറക്ക് ചെയ്യാൻ വേണ്ടി ഹജ്ജിന് വേണ്ടി തുവാഫിന് വേണ്ടി പോയി. തുവാഫിന് എന്തായാലും പള്ളിയിൽ പോകണം. തുവാഫിന് പള്ളിയിൽ പോകാതെ പറ്റൂല. അത് തുവാഫ് പള്ളിയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് പള്ളിയിൽ പോകണം. ആ ഉംറക്ക് തുവാഫിൻ്റെ ഇടയിൽ വെച്ച് നിസ്കാരത്തിന് സമയമായി അവിടെ നിസ്കരിക്കേണ്ട ഘട്ടം വന്നാൽ അത് വേറെ നിയമം, നിസ്കരിക്കാം. അതല്ല, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോവുക, വാങ്ങിക്കൊടുത്തേക്ക് പോവുക നിസ്കരിക്കാമെന്ന് കാരണം അങ്ങോട്ട് പറഞ്ഞേക്കുക. അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞേക്കാനും കുറേ ആൾക്കാർ പോകാനും. ഇതിന് നിയമം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒറ്റൊന്ന് ഞാൻ പറയുന്നുള്ളൂ. എന്നോട് ആര് ചോദിച്ചാൽ നമ്മൾ പറയണം, ഉസ്താദുമാരും പറയാണ്ട് ഒറ്റൊരു വാക്യം. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമും, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമും ഏറ്റവും നല്ല ഉത്തമരായ സ്വഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ മഅ്മൂമുകളും ആയിട്ടുള്ളൊരു ജമാഅത്തിൻ്റെ പ്രതിഫലം എത്രയായിരിക്കും? അതിൻ്റെ ഒരു മഹത്വം എത്രയായിരിക്കും? ആ ജമാഅത്തിൽ കിട്ടുന്നൊരു കൂലി എത്രയായിരിക്കും? കാലാണെങ്കിൽ ആ നല്ല കാലും ഒരു ഫിത്നക്കും സാധ്യതയില്ല. ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് ഒരു ആണ് പോലും നോക്കൂല, അത്രയും നല്ല കാലം. അന്ന് ഉമ്മു ഹുമൈദിൻ സഅദിയെ നബി തങ്ങൾ മടക്കി പറഞ്ഞയച്ചു. എന്താ പറഞ്ഞത്? ഇവിടെ ഇതിനേക്കാൾ കൂലി ഞാൻ ഇമാം എന്നിട്ട് ഈ സ്വഹാബത്ത് മുഹമ്മക്കുന്ന ഇതിനേക്കാൾ നിനക്ക് കൂലി കിട്ടുക എൻ്റെ വീട്ടിൽ നിന്നാണ് മുത്തനബി പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ആഖിർ ഉള്ള ചണ്ടിച്ചവരുകളായ നമ്മളൊക്കെ പങ്കെടുക്കുന്ന ആ ജമാഅത്തിലേക്ക് ആട്ടിത്തൊളിച്ച് കൊണ്ടുപോവുകയാണ്. ഇല്ല, അത് സുന്നത്തില്ല തന്നെ. റൂം നിസ്കരിച്ചാൽ മതി. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാം. അതവിടെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഖബർ ഷരീഫ് അവിടെ ഉള്ളത്. ജമാഅത്തിന് പുറപ്പെടൽ സുന്നത്തില്ല, ജമാഅത്ത് നിസ്കരിച്ചാൽ മതി. അങ്ങനെ തന്നെ നിയമമുള്ളത്. എന്നിട്ട് പറയാണ് ഇത്രയും പൈസ ചെലവാക്കിയിട്ട് വന്നിട്ട് പൈസ ചെലവാക്കി വന്നിച്ചിട്ട് വേണ്ടാത്തൊക്കെ ചെയ്യണമെന്ന്. പൈസ ചെലവാക്കിയോ വേണ്ടാത്ത ചെയ്യാനാ? വേണ്ടി ചെയ്താൽ മതി. വേണ്ടി തുവാഫ് ചെയ്യുക, തുവാഫിന് വർദ്ധിപ്പിക്കുക. മക്കത്ത് പോയാൽ തുവാഫ് വർദ്ധിപ്പിക്കുക. തുവാഫ് സ്ത്രീകൾക്ക് എത്രയും വർദ്ധിപ്പിക്കുക. തുവാഫ് വർദ്ധിപ്പിക്കുക. തുവാഫിന് വലിയ 7-8 നിയത്തും വെച്ചിട്ട് സുന്നത്താക്കപ്പെട്ട തുവാഫ്. ഉംറ അല്ലാത്തൊന്നും തുവാഫ് ചെയ്യാൻ പറ്റും. നല്ല കൂലിയല്ലേ? ഉംറ അല്ലാത്തപ്പോൾ ഉംറ അല്ലാതെയും തുവാഫ് ചെയ്യുക. തുവാഫിന് വർദ്ധിപ്പിക്കാൻ പറ്റും. തുവാഫിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തുവാഫ് അങ്ങനെ ചെയ്യുക. അതിന് പള്ളിയിൽ പോവാം. പള്ളിയിലേ തുവാഫ് എടുക്കുള്ളൂ. ഇത് മനസ്സിലാക്കണം. ഏതാണെങ്കിലും സ്ത്രീകൾ പള്ളിയിൽ പോകണ്ട, സ്ത്രീകൾ പൊതുപരിപാടിയിൽ പങ്കെടുക്കണ്ട. ഇതൊക്കെ സ്ത്രീക്ക് അനുകൂലമാണ്, സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ചിലത് അങ്ങനെയാണ്, ചിലത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ പച്ചക്കറി ഇട്ട് വെക്കുന്ന മുരിങ്ങാക്കായും തക്കാളിയും വെല്ലുള്ളിയൊക്കെ അവിടെ വെക്കൽ, അതവിടെ ആ കിച്ചണിൽ അവിടെ സ്റ്റോർ റൂമിൽ ആ കൊട്ടയിൽ വെക്കും. അതൊക്കെ വല്ല ആരെങ്കിലും അത് കട്ടുകൊണ്ടുപോകുന്ന സാധനമാണോ? അല്ല. അതുകൊണ്ട് അതവിടെ ഇടും. എന്നാൽ നമ്മുടെ വീട്ടിലെ സ്വർണം ആഭരണങ്ങളും മാലയും ചെയിനും വളയൊക്കെ അവിടെ വെക്കുക. അത് നല്ല പെട്ടിയിലാക്കിയിട്ട് ഭദ്രമായി മറ്റൊരു കവറിലാക്കി വേറൊരു ബോക്സിലാക്കിയിട്ട് അത് ഷെൽഫിൻ്റെ ഉള്ളിലെ പ്രൈവറ്റായിട്ടുള്ള വലിപ്പിൽ വെച്ച് പൂട്ടി അതിൻ്റെ മേലെ വേറെ അതിട്ട് പൂട്ടി ഇങ്ങനെ വെക്കുക. എന്നിട്ടിപ്പോൾ സ്വർണം പറയാണ്, സ്വർണം പറഞ്ഞിട്ടില്ല പറഞ്ഞത്. സ്വർണം
വെള്ളിയും ഞങ്ങൾ സ്വർണ്ണം ആഭരണങ്ങളൊക്കെ ഞങ്ങൾ സ്വാതന്ത്ര്യം ഹനിച്ചു, ഞങ്ങൾക്ക് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് പുറത്ത് ചാടിച്ചാൽ അവർക്ക് ഞങ്ങൾ കണ്ടില്ലേ ഈ മുരിങ്ങാക്കായും തക്കാളിയൊക്കെ അവരിപ്പോഴും സ്വാതന്ത്ര്യമാണ്, അവിടെ കൊട്ടയിലാണ്, ഞങ്ങൾക്കും കൊട്ടയിൽ പോയിരിക്കണം എന്ന് പറഞ്ഞ് സ്വർണം വെള്ളിയും പച്ചക്കറി കൊട്ടയിൽ പോയി കിടന്നാൽ അത് നാളെ കള്ളം കട്ടുകൊണ്ടുപോകും. ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ഥലങ്ങൾ ഉണ്ട്. അതാണ് പുരുഷന്മാർക്ക് രംഗത്തിറങ്ങുന്നത് പോലെയല്ല സ്ത്രീകളുടെ രംഗപ്രവേശം, അത് അപകടം ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഏതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും ജുമുഅ നിർബന്ധമായ ബാധ്യതയാണ്. എന്നിട്ട് പറയാണ് 4 വിഭാഗത്തിനൊഴികെ, 4 വിഭാഗത്തിന് ജുമുഅ നിർബന്ധമല്ല. ഏതാണത്? ഒന്ന് അടിമ, മറ്റൊന്ന് സ്ത്രീ, മറ്റൊന്ന് കുട്ടി, മറ്റൊന്ന് രോഗി, ജുമുഅക്ക് പങ്കെടുക്കാൻ കഴിയാത്ത രോഗി, സാധിക്കാത്ത വിധത്തിലുള്ള രോഗമുള്ള ആൾ, ഇവർക്ക് ജുമുഅ നിർബന്ധമില്ല. സ്ത്രീക്ക് നിർബന്ധമല്ല എന്നായി പറഞ്ഞുകൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ. എന്നിട്ട് സ്ത്രീ ജുമുഅക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും സ്ത്രീകൾ ജുമുഅക്ക് പോവുകയും, ഇപ്പോൾ പോയി സ്ത്രീകൾ ജുമുഅക്ക് പോകൽ മാത്രമല്ല, ജുമുഅ ഖുത്ബ ഓതാൻ തുടങ്ങി സ്ത്രീകൾ, അല്ലെങ്കിൽ അവിടെ ബാങ്ക് കൊടുക്കാൻ തുടങ്ങി സ്ത്രീകൾ, എല്ലാ രംഗത്തും സ്ത്രീകൾ രംഗപ്രവേശം ചെയ്തു. അതുകൊണ്ട് നമ്മുടെ സാമൂഹിക സന്തുലിതാവസ്ഥക്ക് തന്നെ തകരാറ് സംഭവിച്ചു. സ്ത്രീകളുടെ രംഗത്തിറങ്ങിയിട്ട് കുടുംബജീവിതങ്ങൾ പലതും തകർന്നു പോയി, കുടുംബത്തിൻ്റെ ഭദ്രത നഷ്ടപ്പെട്ടു പോയി, പല കുടുംബങ്ങളും ഛിന്നഭിന്നമായി പോയി. ഇതൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഹിജാബ് എന്ന ഈ പാഠം നമുക്ക് നൽകുന്നത് സ്ത്രീകൾ അവരവരുടെ വീട്ടിലെ കുടുംബത്തിലെ ദൗത്യങ്ങൾ നിർവഹിക്കുകയും അവർ പുരുഷന്മാരുടെ അടുക്കൽ ഹിജാബ് പാലിച്ച് ഇസ്ലാം പഠിപ്പിച്ചതുപോലെയുള്ള സമ്പൂർണ്ണ ഹിജാബിൽ ജീവിക്കുകയും ചെയ്യുക. അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തിറങ്ങേണ്ടി വന്നാൽ തന്നെയും അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രം പുറത്തിറങ്ങുകയും ചെയ്യുക. ഒരിക്കലും അന്യ സ്ത്രീകളും പുരുഷനും കലരുന്നതും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പുരുഷന്മാർക്ക് മാത്രം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാഅത്തും ജുമുഅ പോലത്തതിലൊന്നും സ്ത്രീകൾ ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ല. അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ഉത്തമം ഖൈറു മസാജിദിൻ നിസാഇ, ഈ ഹദീസ് നമ്മളെല്ലാവരും മനപ്പാടാക്കേണ്ട ഹദീസാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായ സ്ഥലം, സ്ത്രീകളുടെ നിസ്കാര സ്ഥലത്ത് ഏറ്റവും ഉത്തമമായ സ്ഥലം ഖറുബുയൂത്തിഹിന്ന, അവരുടെ വീടിൻ്റെ ഇരുട്ടറയാകുന്നു, ഉള്ളറയാകുന്നു. ഇരുട്ടറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിൽ സ്ത്രീ നിസ്കരിക്കണം. അതാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ, അതാണ് ഏറ്റവും കൂലിന്ന്. ഖൈർ എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാവർക്കും പറഞ്ഞതല്ലേ, അതാകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അർഹമർ റഹീമീനായ അള്ളാഹു പഠിപ്പിച്ചതുപോലെ ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.